accountant, chief accountant in logistic Very, company. very busy person in Yeah. here, yeah? Yeah. Good morning. 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 What is today plan? സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവർക്കും സുഖാണോ? ഒരു സന്തോഷമുള്ള ദിനമാണ് കേട്ടോ. എന്റെ ജീവിതത്തിൽ രണ്ട് കാര്യമുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പുതിയ രാജ്യത്തിലേക്ക് പോവാണ് കേട്ടോ. അസർബൈജാൻ എന്ന് പറഞ്ഞ എന്റെ രാജ്യത്തിലേക്ക്, പുതിയൊരു രാജ്യത്തിലേക്ക് ഞാൻ സ്വപ്നയാത്ര ചെയ്യുകയാണ്. അവിടുന്ന് ജോർജിയ, റഷ്യ, മംഗോളിയ അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ട് കേട്ടോ. സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്റെ അസർബൈജാൻ യാത്രക്ക് വേണ്ടി എന്റെ കൂടെ നിൽക്കുന്നത് യൂറേഷ്യൻ വോയേജ് എന്ന ഒരു ട്രാവൽ കമ്പനിയാണ് കേട്ടോ. അസർബൈജാൻ, ജോർജിയ ഒക്കെ ട്രാവൽ കമ്പനി ചെയ്യുന്ന മലയാളീസിന്റെ തന്ന ഒരു ട്രാവൽ കമ്പനിയാണ്. എന്റെ ഫ്ലൈറ്റ്, വിസ, അവിടുത്തെ ഹോട്ടൽ താമസം, കാര്യങ്ങളൊക്കെ ഈ ഒരു യാത്രയിൽ അവർ മാനേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു പുതിയ യാത്രക്ക് വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്ത യൂറേഷ്യൻ വോയേജ് എന്ന ഈ ഒരു ട്രാവൽ കമ്പനിയോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു കേട്ടോ. അവിടെ എത്തിയിട്ട് അവരെ ഞാൻ ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്താന്ന് വിചാരിക്കുന്നു, അവരവിടെ ഉണ്ടെങ്കിൽ. എന്തായാലും അങ്ങനെയാണ് ഈ ഒരു യാത്ര ഞാൻ അസർബൈജാനിലേക്ക് പോകുന്നത് കേട്ടോ. അവിടെ എത്തിയിട്ട് വീണ്ടും ഹിറ്റേക്ക് ചെയ്തും മല കയറിയും ക്യാമ്പ് ചെയ്തും ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രകളാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എന്തായാലും നോക്കാം. ഒരുപാട് സന്തോഷം മാത്രം. രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ. ഞാൻ എന്റെ ലൈഫിൽ യാത്രാ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഹോം സ്റ്റേയില് ഗസ്റ്റ് ഹൗസിൽ നിൽക്കുന്നത് വളരെ അപൂർവമാണ്. എന്റെ സോഷ്യൽ മീഡിയാസിനൊക്കെ ഒരുപാട് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞത് ഈ ഒരു നിമിഷത്തിലാണ് കേട്ടോ. ഇവിടെയുള്ള കുറെ ഗസ്റ്റ് ഹൗസിന് ഞാൻ മെസ്സേജ് അയച്ചു. എനിക്ക് താമസിക്കാൻ ഒരു ഡോർമെറ്ററി വേണം, താമസ സൗകര്യം കാര്യങ്ങളൊക്കെ വേണം. എന്റെ പേജ് കണ്ടത് സ്പോട്ടിൽ ഇവിടെയുള്ള ഒരു ഗസ്റ്റ് ഹൗസുകാരൻ എന്നെ വെൽക്കം ചെയ്തു കേട്ടോ. അൽമാട്ടിയിലെ ടൽഗർ എന്ന് പറഞ്ഞൊരു ജില്ലയിലാണ് ഞാനുള്ളത്. അവിടെയുള്ള ദാച്ച തൽഗർ എന്ന് പറഞ്ഞ ഒരു ഗസ്റ്റ് ഹൗസിലാണ് ഞാനിപ്പോ താമസിക്കുന്നത്. ദാച്ച എന്ന് പറയുന്ന ഒരു അർത്ഥം, എനിക്ക് ചെറിയ സ്റ്റാമർ ഇഷ്യൂ ഉണ്ട്, DACH. ദാച്ച എന്ന് പറയുന്ന ഒരു അർത്ഥം ഫ്രീ ആയി വിശ്രമിക്കാനൊക്കെ പറ്റുന്ന, ശബ്ദമൊന്നും ഇല്ലാത്ത ഒരു ഇടത്തെയാണ് ദാച്ച എന്ന് കസാഖ്യൻ ഭാഷയിൽ പറയുന്നത്. അവരുടെ ഒരു മനോഹരമായ ഗസ്റ്റ് ഹൗസിൽ അവരെന്നെ വെൽക്കം ചെയ്തു. 4 ദിവസത്തെ താമസം എനിക്കിന്നോടെ തന്നു കേട്ടോ ഈ ഗസ്റ്റ് ഹൗസിൽ. ആ ഫാമിലിയുടെ കൂടെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കറങ്ങുന്നതും അവരോടൊപ്പമുള്ള നിമിഷങ്ങളും അവിടെ വരുന്ന മറ്റുള്ള ഗസ്റ്റും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കസാഖിസ്ഥാനിൽ നിന്നും നേരെ പോകുന്നത് നമ്മൾ അസർബൈജാനിലായിരിക്കും കേട്ടോ. നാളെ രാത്രിയാണ് എന്റെ ഫ്ലൈറ്റ് വരുന്നത് കേട്ടോ. ഏകദേശം 2 മണി, രാത്രി എന്ന് പറയാൻ രാവിലെ ആവും കേട്ടോ, നേരെ അസർബൈജാനിലേക്ക്. ഏകദേശം 2.5 മണിക്കൂറാണ് അൽമാട്ടിയിൽ നിന്നും അസർബൈജാൻ പോകേണ്ട ഫ്ലൈറ്റിന്റെ ദൂരം എന്ന് പറയുന്നത് കേട്ടോ. കിർഗിസ്ഥാന്റെ ഒരുപാട് ഓർമ്മകളൊക്കെ ആയിട്ടാണ് ഞാൻ ഈ രാജ്യത്തിൽ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയോ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ തെരഞ്ഞെടുക്കുന്നത്? ഈ ബഡ്ജറ്റ് യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമാണ് കേട്ടോ. ഈ സന്തോഷം മാത്രം എനിക്ക് നിങ്ങൾ എല്ലാവരും എന്റെ ജീവിതത്തിൽ കാണും. പക്ഷെ ഞാൻ എന്റെ പിന്നിൽ നിന്നും അനുഭവിക്കുന്ന വേദനകളൊന്നും ഒരിക്കലും ആരും ഞാൻ അറിയിക്കുകയില്ല, അറിയിക്കാൻ താല്പര്യമില്ല കേട്ടോ. എങ്ങനെയല്ലോ തട്ടിയും മുട്ടിയും എന്റെ യാത്രകൾ മുന്നോട്ട് പോകുന്നു. ലോകത്തിലെ ഓരോ രാജ്യങ്ങളും കാണണം എന്നൊരു ആഗ്രഹമുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ്. Morning. Good morning. What is today plan? We gonna to Tabagan mountains. Tapaganda Tabagan. in Kazakh mountain. Yeah. Okay. Yeah. He is police officer. അതായത് സൺഡേയും ശനിയാഴ്ചയൊക്കെ ഇവിടെ എന്താ? Shirif. Yeah, this is my language. I am now speaking Malayalam. Ah. ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു പർവ്വതം ഉണ്ട് കേട്ടോ. അവിടേക്ക് പോവാണ്. അതുണ്ടോ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നേരെ ഇറങ്ങി ഇങ്ങനെ പോവാണ് കേട്ടോ. എന്തായാലും ഒരുപാട് ഹാപ്പിയാണ്. വിത്ത് ഫാമിലിന്റെ കൂടെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ. ഹാപ്പി? Yeah. എന്തായാലും നമുക്ക് പോയാലോ. This is your house. Yeah. Okay. എന്റെ എന്താ രസം നോക്കിയേ. അതായത് ഞാൻ ഇപ്പം പോകുന്ന ഫാമിലിയിലെ അവരെ വൈഫിന്റെ അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. Good present for us. Me. I think it's very rich location. Now I know your password. എന്റെ എന്താ ലക്ഷറി നോക്കിയ, ലക്ഷറി ലൈഫാണ് കേട്ടോ ഈ കാണുന്നത്. വീട്ടുണ്ടാക്കുമ്പോഴാണ് കേട്ടോ. Nice. Usually, me and my husband here and our little son. Okay. And our children's going to our parents' home. Okay. They have more big. Yeah. ഇവര് what is your job? Your job? Accountant, chief accountant in logistic Very company. very busy person in here. Yeah. Yeah. അത് അത്രയും തിരക്ക് പിടിച്ച ആളാണ് കേട്ടോ. പക്ഷെ അതിനിടയിൽ എന്നെ ഇവർ അത്രയും കെയർ ചെയ്യുന്നുണ്ട്.
താങ്ക് യു for your support and care everything. എന്താ രസം നോക്കിയ ഒരു ഫ്ലാറ്റ് ആണ് കേട്ടോ, വലിയൊരു ഫ്ലാറ്റ് ആണ്. ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടുത്തെ കസാഖ്സ്ഥാനിലെ ജനങ്ങൾ ശനിയും ഞായറെന്ന് പറയുന്ന അവർക്ക് അത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം അൽമാട്ടി പോലെയുള്ള സിറ്റിയിൽ ജീവിക്കുന്നത്, ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ആകെ മനോഹരമായൊരു 2 ദിവസം അവർ യാത്രക്ക് വേണ്ടി ഉപയോഗിക്കും. ആ 2 ദിവസം എൻ്റെ ജീവിതത്തിൽ അവർ എനിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതായത് ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലം കാണാൻ, ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനും കേബിൾ കാർ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി എന്നെയും കൂട്ടി അവരിങ്ങനെ ഒരു മലയോര പ്രദേശത്തേക്ക് പോവുകയാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫോട്ടോഗ്രാഫിയും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവരുടെ പുതിയൊരു ഗസ്റ്റ് ഹൗസിലേക്ക് ഇവർ എന്നെ വെൽക്കം ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം കിട്ടുന്ന മനോഹരമായൊരു നിമിഷം കൂടിയാണിത്. What is the name of this location? This location, Oy Karagay. Oy Karagay. Yeah. Oy Karagay. Okay. The tree name. Yeah, it's a very beautiful location. നമ്മുടെ ഇന്ത്യയിലെ കാശ്മീർ പോലെ ഉണ്ട് കേട്ടോ ഈ സ്ഥലം കാണുമ്പോൾ. ഞാൻ ഇവർക്ക് കാശ്മീരൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കേട്ടോ. സത്യം പറഞ്ഞാൽ കാശ്മീർ മിസ് ചെയ്യുകയാണ്. കാരണം ഇതിനെക്കാട്ടി ഒരുപാട് ഭംഗിയുള്ള സ്ഥലമാണ് നമ്മുടെ കാശ്മീർ എന്ന് പറയാം കേട്ടോ. ലക്ഷറി വൺ. Yeah. Like cafe. With your family, that reason I come here. Otherwise, Yeah. no. You are right. Otherwise, I am very, very shy in public. Yeah. You translate to your husband. Yeah. Yeah. Now. ഞാനും ആശാനും കൂടി ഇങ്ങനെ നടക്കുവാണ്. ഐ ആം വെരി വെരി ഹാപ്പി. എന്താ സ്ഥലമല്ലേ നമ്മുടെ ശരിക്കും കാശ്മീർ എന്നാ കേട്ടോ. കാശ്മീർ എനിക്ക് ഒരുപാട് മിസ് ചെയ്യാണ്. നമ്മുടെ കാശ്മീർ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് എങ്ങനെ ഇരിക്കും അതുപോലെയാണ് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ. നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് തോന്നിയത് ഒരു സ്ഥലം എങ്ങനെ വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നതിൽ നമ്മൾ കുറച്ച് ബാക്കോട്ടാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. കുറ്റം പറയുന്നതല്ല, പക്ഷേ നമ്മുടെ കാശ്മീർ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കാശ്മീരിൻ്റെ ഒക്കെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതിനെക്കാട്ട് എത്രയോ മുകളിലാണ് കേട്ടോ. പക്ഷെ നമ്മൾക്കത് കറക്റ്റ് സൂക്ഷിക്കാൻ അറിയില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബട്ട് ഐ ആം വെരി വെരി ഹാപ്പി. Suhurtekle. Again. Suhurtekle. സുഹൃത്തുക്കളെ, എന്റെ എന്താണ് കസാക്കിസ്ഥാനിലെ കൂട്ടുകാരാണ് കേട്ടോ. വാട്ട് ഈസ് യുവർ നെയിം? Zibek. And your name? Azamat. Okay, I am very very happy with you. Okay. We as both of us also happy Yeah. to meet you. Beautiful cable car experience. Yeah. Yeah, Okay, thank you. it's okay. Yeah, ഈ സ്ഥലം നോക്കിയേ, എന്താ രസം നോക്കിയേ. Ahoy, 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 ahoy. Supporter. He is good for this one. Yeah. Yeah. Да, деньги, потом музыку поставить. Is it for you? This great. Yeah. സത്യം പറഞ്ഞാൽ മറ്റുള്ള രാജ്യത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ നല്ലൊരു താമസ സ്ഥലം കണ്ടുപിടിക്കാം അതൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവിടുത്തെ താമസത്തിന്റെ പൈസ 10,000 20,000 ഒക്കെ പറയുമ്പോൾ മനസ്സിൽ ബുദ്ധിമുട്ടായിരിക്കും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഫാമിലി, കുട്ടികളും ഫാമിലിയൊക്കെ വന്ന് നിൽക്കാനുള്ള ഒരു കോട്ടേജാണ്. അതൊരു പൈസ ഉണ്ടാവും, വേറെ രാജ്യമാണ്. ആ സമയത്താണ് കേട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു സോഷ്യൽ മീഡിയൻ്റെ ഒരു പ്രധാനത്തെക്കുറിച്ച് അറിയുന്നത്. നമ്മൾ വിചാരിക്കും സോഷ്യൽ മീഡിയ ചെറിയൊരു പ്ലാറ്റ്ഫോം ആണെന്ന്.
ഒരിക്കലല്ല കേട്ടോ. ചില നമ്മളെന്താണ് ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അങ്ങനെ പോകുന്നില്ല വിചാരിക്കുക. പക്ഷെ ഞാനൊരു ഇൻസ്റ്റാഗ്രാം മുഖേന ഇവർക്ക് മെസ്സേജ് അയച്ചു, എനിക്കൊരു ഡോർമെട്രി കിട്ടുമെന്ന് അയച്ച് ചോദിച്ചതാണ്. പക്ഷെ അവരെന്നെ അവരൊരു വീട്ടിലേക്ക് വെൽക്കം ചെയ്ത് ഇത്രയും സൗകര്യം എനിക്ക് ചെയ്തു തന്നില്ല. അത്രയും നല്ലൊരു ഫാമിലി കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ ഇങ്ങനെ രാത്രി TV കാണുകയാണ് കേട്ടോ. രാത്രിത്തേക്കുള്ള എന്താണ് ഒരു കാഴ്ചയാണ് കേട്ടോ. റൂമിനകത്ത് AC കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ഭംഗി നോക്കിയേ, പൂക്കളൊക്കെ നോക്കിയേ. അയ്യോ, ഇതൊക്കെയാണ് ലക്ക് എന്ന് പറയുന്നത് കേട്ടോ. അസർബൈജാൻ എന്ന് പറഞ്ഞ രാജ്യത്തിലേക്കാണ് എൻ്റെ അടുത്ത് പോകാനുള്ളത്. അതിനുള്ളൊരു 4 ദിവസം ഇവിടെ താമസിച്ച് അതിൽ 2 ദിവസം മാത്രമേ ഫാമിലി എൻ്റെ കൂടെ ഉള്ളൂ. അതിൻ്റെ കാരണം ശനി ഞായർ മാത്രമേ ഇവർ കൂടെ അവധി ഉണ്ടാവും. അത് കഴിഞ്ഞ ബിസി ലൈഫാണ് അൽമാട്ടി സിറ്റിയിലെ ആൾക്കാർ ജീവിതം എന്ന് പറയുന്നത്. അത്രയും നല്ല സാലറി ഉണ്ട്. 5 ലക്ഷം 3 ലക്ഷം ഒക്കെ വാങ്ങുന്ന ആൾക്കാരാണ് ഇവിടെ മാസ സാലറി ഒക്കെ. അതിനനുസരിച്ച് ചിലവ് ഇവരൊക്കെ ഉണ്ട്. അപ്പം അത്രയും ചിലവുള്ള മനുഷ്യർ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്ന് ഒരു ഫോട്ടോഗ്രാഫർ, ഒരു വീഡിയോഗ്രാഫർ, യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ സ്നേഹിക്കുവാണ് കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്ന ഒരിക്കലും വിചാരിച്ചല്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2-3 വീടുണ്ട് ഈ സിറ്റിയിൽ നിന്ന്. അതിൻ്റെ കൂടെ അവർക്ക് എന്താണ് പർവ്വതങ്ങളും ഇതൊക്കെ ഇഷ്ടപ്പെട്ട വ്യക്തികളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു താമസ സ്ഥലം അവർ തന്നത്. എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ചെയ്ത എൻ്റെ വർക്കിനുള്ളൊരു ഫലമാണ് ഈ കാണുന്ന ഈ ഒരു കോട്ടേജും കാര്യങ്ങളൊക്കെ. ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. ഒരു പക്ഷേ അൽമാട്ടി സിറ്റിയിൽ വരുന്ന ആൾക്കാർ ഏകദേശം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഫാമിലീസിനൊക്കെ പറ്റിയൊരു സ്ഥലം കേട്ടോ. സിറ്റിയിൽ ഒറ്റപ്പാടൊക്കെ മാറി നല്ല പർവ്വതങ്ങളും വൈബൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. അതുപോലെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ഒരു വീഡിയോയുടെ. Hello. That is police officer. He's here. Yeah. Thank you for your support. Police. Yeah, Tiger, yeah? Tiger. Yeah. ഞാൻ ഇവിടുന്ന് പോവാണ് കേട്ടോ. അസർബൈജാനിലേക്കുള്ള ആ ഒരു നിമിഷത്തിലേക്കാണ് ഞാനുള്ളത് കേട്ടോ. ഓക്കെ. ഓരോ യാത്രകളും മനോഹരമായ ഓർമ്മകളാണെന്നല്ലേ പറയാ. കസാഖ്സ്ഥാൻ ഫാമിലിനോട് ഗുഡ് ബൈ പറഞ്ഞ് ഞാൻ നേരെ എയർപോർട്ടിലേക്ക് പോയി. 1:30 എൻ്റെ ഫ്ലൈറ്റ് പോകുന്നത്. 1:30 AM. ഏകദേശം 4:30-5 മണിയാകുമ്പോൾ അസർബൈജാനിലെത്തും. അസർബൈജാൻ എയർലൈനിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നത്. ഫ്ലൈറ്റ് എടുത്ത് കേട്ടോ. അതായത് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അതിൽ കുറേ ഓർമ്മകളും കണ്ടുമുട്ടിയ മനുഷ്യരും കാഴ്ചകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഏകദേശം 3:30 ആകുമ്പോൾ തന്നെ ആകാശത്തു നിന്ന് കാർമേഘം എൻ്റെ താഴിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങ് ദൂരെയായിട്ട് സൂര്യൻ്റെ ആ ഒരു ചുവപ്പും മഞ്ഞയും കലർന്ന കളറ് കാണാൻ സാധിക്കുന്നുണ്ട്. കുറേ നേരത്തിന് ശേഷം ഫ്ലൈറ്റ് ബാക്കു, അതായത് അസർബൈജാൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ബാക്കുവിന് മുകളിലൂടെ ഇങ്ങനെ അപ്പോൾ പറന്ന് താഴോട്ട് ഇറങ്ങാൻ പോകുന്നൊരു ഫീൽ ഉണ്ടല്ലോ. അതായത് നമ്മൾ വേറെ രാജ്യത്ത് എത്താൻ പോവുകയാണെന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ എനിക്ക് കിട്ടിയത്. Good morning. Good morning. Assalamu alaikum. Alaikum assalam. How are you, brother? Yeah, I am fine. How about Azerbaijan? You are coming now? Just on the arriving here. Yeah, just only weather here is Welcome very to nice. Azerbaijan. Welcome Azerbaijan. Yeah. And weather is also very nice here. Yeah. Mashallah. Yeah. It's നമ്മളെ ആഷിഖിന്റെ ഫ്രണ്ട്. Ashik friend. Ashik good man. Very good man. അതായത് എനിക്ക് ഈ ഒരു സ്ഥലത്തേക്ക് ഹെൽപ്പ് ചെയ്ത ട്രാവൽ കമ്പനി ഉണ്ടല്ലോ, ആ വ്യക്തിയാണ് ആഷിഖ് എന്ന് പറയുന്നത്. നമ്മളെ ട്രാവൽ കമ്പനിയുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ചാനലിൽ. എന്തായാലും സന്തോഷം കേട്ടോ. നമ്മൾ രാജ്യത്തിൽ എത്തിയിരിക്കുവാണ്. നേരെ ഇനി എൻ്റെ ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുക്കണം. അവിടെ നിന്ന് ഇനി പർവ്വതങ്ങൾ താണ്ടി യാത്രകളൊക്കെ ചെയ്യണം. ദിസ് ഈസ് മൈ മദർ ടങ്. In India, 28 province and 8 union territory. All province is different mother tongues. In South India, Kerala language Malayalam. Yeah, I know. I know Kerala. Almost 32 million people using Malayalam language. Last 4 years only working. I am customer. I come from India. Okay. 20-30% come from Kerala. Okay. Ashik friends. I should. Okay. Mashallah. Kerala people is good, very good. Thank you so much, my brother. Nice meet you. Yeah, sure. സുഹൃത്തുക്കളെ നമസ്കാരം. എയർപോർട്ടിൽ നിന്ന് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ബാക്കുവിലാണ് കേട്ടോ. ബാക്കു എന്ന് പറയുന്നത്
അസർബൈജാൻ എന്ന രാജ്യത്തിലെ ക്യാപിറ്റൽ സിറ്റിയാണ് കേട്ടോ. മനോഹരമായൊരു ചരിത്രമൊക്കെ ഉറങ്ങുന്ന ഒരു മണ്ണാണെന്ന് പറയാം കേട്ടോ. എൻ്റെ കൂടെ ഒരു മലയാളി ഉണ്ട്, ഞാൻ അവനെ പരിചയപ്പെടുത്താം. ഈ അസർബൈജാനും ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ എന്നെക്കാട്ടും കൂടുതൽ അറിയുന്ന ഒരാളാണ് എൻ്റെ കൂടെയുള്ള ജോയൽ കേട്ടോ. അവനിവിടുത്തെ സ്റ്റുഡൻ്റാണ്, 4 വർഷമായി. അപ്പോൾ ഇവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞുതരും. എന്തായാലും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അസർബൈജാനിലേക്ക് സ്വാഗതം. വെൽക്കം ടു അസർബൈജാൻ. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പേര് ജോയലിനാണ്. ഞാൻ യൂറേഷ്യൻ വോയേജിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. നമ്മുടെ മിസ്റ്റർ ചിത്രനെ നമ്മളാണ് കൊണ്ടുവന്നിട്ടുണ്ടായത്. നമ്മുടെ യൂറേഷ്യൻ വോയിസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ബേസിക്കലി യൂറേഷ്യൻ വോയിസ് എന്ന് പറയുന്നത് നമ്മളിവിടെ അസർബൈജാനിൽ തന്നെ വർക്ക് ചെയ്യുന്ന മലയാളം ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനിയാണ്. നമ്മൾ അസർബൈജാൻ മാത്രമല്ല, നമുക്ക് ജോർജിയ, കസക്കിസ്ഥാൻ അങ്ങനെയുള്ള 5-6 കൺട്രീസിലും നമ്മൾ ചെയ്യുന്നതാണ്. മധ്യേഷ്യൻ രാജ്യങ്ങളല്ലേ? അതെ, നമ്മൾ സെൻട്രൽ ഏഷ്യൻ ആയിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ കൺട്രീസിലും നമുക്ക് മലയാളം സ്പീക്കിംഗ് ടൂർ ഗൈഡ്സും അതുപോലെ തന്നെ എന്തായിരുന്നു അസിസ്റ്റൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രിപ്പ് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ഡൗട്ട്സും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാമെന്നേ ഉള്ളൂ, നമുക്ക് കോൺടാക്ട് ചെയ്യാമെന്നേ ഉള്ളൂ. നമ്മൾ ഇവിടുത്തെ മേജർ ആയിട്ടുള്ള അട്രാക്ഷൻസും അതുപോലെ തന്നെ എന്തായിരുന്നു ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഹിഡൻ ജംസും എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ടീം തന്നെ ഫാമിലി മെമ്പേഴ്സ് പോലെ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തായിരുന്നു ഇവിടെ വന്നിട്ടുള്ള A to Z നീഡ്സും എല്ലാം നമ്മൾ തന്നെ ടേക്ക് കെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും വേണ്ട, നമ്മളപ്പോൾ കോൺടാക്ട് ചെയ്യാമെന്നേ ഉള്ളൂ. നമ്മുടെ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും കേട്ടോ. എന്തായാലും എനിക്കൊരുപാട് സന്തോഷം, കാരണം ഞാൻ പൊതുവെ സിറ്റിയിലെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന കുറവാണ്. അപ്പം ജോയലിനെ പോലെ ഒരാൾ കൂടി ഉള്ളത് കൊണ്ട് ഇന്ന് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ ജോയലും പറഞ്ഞു കൊടുക്കണം. അതെ, നമ്മൾ ഇവിടുത്തെ ഹിസ്റ്ററീസും നമുക്ക് അസർബൈജാനിലെ മെയിൻ ആയിട്ടുള്ള ഹിസ്റ്ററീസ് ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ബാക്കി എന്തുണ്ടെങ്കിലും നമ്മുടെ കമ്പനിയുടെ യൂറേഷ്യൻ വോയിസിനെ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഇത് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഫ്ലെയിം ടവേഴ്സിന്റെ അടുത്തായിട്ടുള്ള ആലി ഓഫ് മാർട്ടിയേഴ്സ് എന്ന് പറയുന്ന ഏരിയ ആണ്. ഈ ഏരിയയുടെ ഒരു പ്രോമിനൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ അസർബൈജാൻ നേരത്തെ നമ്മുടെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഒരു കൺട്രി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്കൂടെ ധാരാളം ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ്സും എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 1990 ഒരു ജാനുവരി ടൈമിൽ എന്തായിരുന്നു ഇവരുടെ ഇൻഡിപെൻഡൻസിന്റെ ഗ്രൂപ്പൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ റഷ്യൻ ട്രൂപ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഷ്യൻ ട്രൂപ്പ് ഇവർ ഒപ്രസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് അവർ ധാരാളം സിവിലിയൻസിനെയും അതുപോലെ ധാരാളം സോൾജേഴ്സും ഒക്കെ മരണപ്പെട്ടത്. ഹിസ്റ്ററി തന്നെ ഉണ്ടല്ലോ ഇവിടെ. അതെ, നല്ലൊരു വലിയ ഹിസ്റ്ററി ഉള്ള ഏരിയ ആണ്. അപ്പോൾ അത് പ്രമാണിച്ച് ഇവർക്കൊരു മെമ്മോറിയൽ ഏരിയ ആയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു പാർക്കാണ് ഇത്, കിറോവ് പാർക്ക് എന്ന് പറയുന്ന പാർക്ക്. അടിപൊളി പാർക്കാണല്ലോ. അതെ. ഇപ്പൊ നിലവിൽ ഇതൊക്കെ ഒരു സെപ്പറേറ്റ് രാജ്യമല്ലേ അസർബൈജാൻ? അതെ, സോവിയറ്റിന്റെ ഒരു ഭാഗം, കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രാജ്യമാണ് നമ്മുടെ അസർബൈജാൻ. ഓക്കെ, അതിന്റെ ഒരു ഭംഗിയുണ്ട് കാണാൻ, എന്ത് രസമാണ്. അതെ. ജോയൽ, നീ സുഖമായിരിക്കുന്നോ? വളരെ സുഖം. സത്യം പറഞ്ഞെന്താ, ജോയൽ വന്നോണ്ടാണ് ഞാൻ എന്താണ് ഇവിടെ ഈ സിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ സിറ്റി അങ്ങനെ എക്സ്പ്ലോർ ചെയ്യില്ല. ഭയങ്കര മടിയാണ്, ഒന്ന് പറഞ്ഞ ചൂടാണ്. ഞാൻ ഇപ്പം ഉരുകുക കേട്ടോ. നിങ്ങൾക്കറിയാം, എപ്പോഴും ഞാൻ പർവ്വതത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ആ ഒരു വ്യക്തി സിറ്റിയിലേക്ക് വരുമ്പോൾ പക്ഷെ ഒരു യൂറോപ്യൻ ഫീൽ കേട്ടോ. യൂറോപ്പ് കാണാത്ത എനിക്കൊരു യൂറോപ്പിന്റെ ഫീൽ. കുറച്ച് ബഡ്ജറ്റ് യൂറോപ്പ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കൺട്രി തന്നെയാണ് അസർബൈജാൻ. ഒരു ബഡ്ജറ്റ് യൂറോപ്പ് അല്ലേ? അതെ. ഇവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? അവിടെ അടിപൊളിയാണ്. നമുക്ക് എല്ലാ ടൈപ്പ് ക്ലൈമറ്റും ഉണ്ടാവുന്ന ഒരു എല്ലാ സീസണും ഉള്ള ഒരു കൺട്രിയാണ്. അപ്പൊ നമുക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്പ്രിംഗ് ആയാലും ഓട്ടം ആയാലും സമ്മർ ആണെങ്കിലും വിന്റർ ആണെങ്കിലും എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ കൺട്രി തന്നെയാണ്. അടിപൊളി. അസർബൈജാൻ ഞാനിപ്പോൾ സ്ഥലം കണ്ടോ, ഈ സിറ്റിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭംഗി കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കാസ്പിയൻ കടലാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അതായത് കാസ്പിയൻ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റി കൂടിയാണ് കേട്ടോ ബാക്കു എന്ന് പറയുന്നത്. എന്തായാലും മനോഹരല്ലേ ജോയലെ? നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ആൾക്കാരെ കാണുന്നില്ല പരാതിയില്ലേ? എൻ്റെ അടുത്തൊക്കെ ചൈനക്കാരാണ് കേട്ടോ. ചൈന എന്നൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ടൂറിസ്റ്റുകളാണ് നിങ്ങൾ കാണുന്നത്. എപ്പോഴും കാടും മലയൊക്കെ അല്ലേ. ഇന്ന് കുറച്ച് വ്യത്യസ്തമായ സിറ്റി ഉണ്ട്, ഒരു മലയാളി ജോയൽ ഉണ്ട്, മറ്റുള്ള ടൂറിസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സിറ്റിയിലെ ഈ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ഒരുപാട് സന്തോഷം നൽകുന്നു. പിന്നെ ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമാണ് കേട്ടോ. ഒന്ന് ടൂറിസം, അതിൻ്റെ കൂടെ എണ്ണ, പ്രകൃതി വാതകം, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം. 1 കോടി ജനങ്ങളുള്ള ഈ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുമായി കമ്പയർ ചെയ്യുമ്പോൾ 145 കോടി ജനങ്ങളുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ ഉത്തരാഖണ്ഡ് എന്ന ചെറിയ സംസ്ഥാനത്തിൻ്റെ ഒരു പോപ്പുലേഷൻ മാത്രമാണ് ഈ ഒരു രാജ്യത്തിൽ വരുന്നത്. ഏഷ്യയിലും യൂറോപ്പിനും ഇടയിൽ വരുന്നൊരു കോക്കസസ് മേഖലയാണ് കേട്ടോ നമ്മുടെ അസർബൈജാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂറോപ്യൻ കൾച്ചറും ഏഷ്യൻ കൾച്ചറും ഒക്കെ രണ്ടും കൂടിയാണെന്ന് പറയാം കേട്ടോ. എന്തായാലും സന്തോഷം. മനോഹരമായ രാജ്യത്തിൻ്റെ ഒരു സിറ്റി കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്.
സിറ്റിയിലെ ടൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവൻ തിരിച്ച് തന്നെ ഈ ഹോട്ടലിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് തന്നെ എങ്ങോട്ടൊക്കെ നിങ്ങൾ വിടുന്നത്? ഇന്നിന് നമ്മള് ഗൂബ എന്ന് പറയുന്ന ഏരിയ, ഗൂബ കിനാലിക്ക് റീജിയൻ ആണ്. റീജിയൻ. അതായത് ഇനി ഞാൻ പോകുന്നത് പർവ്വത പ്രദേശങ്ങളിലേക്കാണ് അല്ലേ? ഇനി മൊത്തം മൗണ്ടൻ ടൂർസ് ആണ് വരുന്നത്. അതെ, അത് സിറ്റിയിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അല്ലേ? എന്നെ പോലത്തെ ഒരു യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് സിറ്റി ടൂർ ഒരിക്കലും യോജിക്കാത്ത റീസൺ ഒന്ന് ഇവിടുത്തെ സാധനങ്ങളുടെ വിലയാണ്. പിന്നെ കാർ ടൂറ്, ഡെയിലി ഹോട്ടൽ ടൂറൊന്നും എന്നെ കൊണ്ടാവത്തില്ല. എനിക്ക് ബെറ്റർ മൗണ്ടൻ ആണല്ലോ. അപ്പൊ നമുക്ക് അസർബൈജാന്റെ പർവ്വതങ്ങളൊക്കെ കാണാം. ഇവരെ തന്നെയാണ് എനിക്ക്, ട്രാവൽ കമ്പനി തന്നെയാണ് എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ബസ്സും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് തന്നത്. സന്തോഷം. നടക്കട്ടെ. What is your name? Akif. Atif. Yes. Okay. Assalamu alaikum. Walaikum. Yeah, it's good. Russian car, yeah? Yes. ലാസ എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് പോവാ കേട്ടോ. ഷഹദാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അവിടെ നിന്ന് ലാസ വില്ലേജിലേക്ക് ഇന്നിവിടെ പോയിട്ട് സ്റ്റേ ആണ്. സ്റ്റേ എടുത്തിട്ട് ഒന്ന് റെസ്റ്റ് എടുത്ത് നമ്മളെ ട്രെക്കിംഗ് ഒക്കെ തുടങ്ങണം. ഒരുപാട് റിസോർട്ടുകൾക്കൊക്കെ പേര് കേട്ട സ്ഥലമാണ് കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് കൂടി പറയാം. എന്നാൽ നമുക്ക് ബഡ്ജറ്റ് താമസവും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. മഴയാണ് കേട്ടോ, മൂടൽ മഞ്ഞാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ പട്ടണ കാഴ്ചകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് മനോഹരമായ അസർബൈജാനിലെ ഗ്രാമ കാഴ്ചകളിലാണ് കേട്ടോ. ഏകദേശം ഈ സ്ഥലം കണ്ടോ, ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് റഷ്യ വരുന്നത്. തൊട്ടടുത്താണ് കേട്ടോ. 6-7 കിലോമീറ്റർ മാത്രമേ റഷ്യ ബോർഡർ ഉള്ളത് കേട്ടോ. അസർബൈജാൻ റഷ്യയുള്ള ബോർഡറാണ്. ഇറാൻ, റഷ്യ, അർമേനിയ, ജോർജിയ ഒക്കെ ബോർഡർ വരുന്ന രാജ്യമാണ് നിങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് ആ കാണുന്ന ഏരിയകളിൽ എവിടെ പോയിട്ട് നമുക്ക് ടെൻ്റ് അടിക്കണമെങ്കിൽ പെർമിഷൻ വേണം. അത് മാത്രമല്ല അലൗഡ് ചെയ്യത്തില്ല കേട്ടോ. കുറേ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചോദിക്കും. കാരണം റഷ്യയാണ്, വലിയൊരു രാജ്യമാണ്. അവർക്ക് എന്തിനോട് ഭയങ്കര ചെക്കിങ് കൂടുതലുള്ള സ്ഥലമാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഫോറിനേഴ്സ് വരുമ്പോൾ. എന്തായാലും ലാസ വില്ലേജ് വരെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കാഴ്ചകൾ കാണിച്ചു തരും. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ ഞാൻ ഇവിടുന്ന് എവിടെയാണോ പോകുന്നത്, എൻ്റെ ക്യാമ്പിങ് എവിടെയാണോ, ഗ്രാമങ്ങൾ എവിടെയാണോ, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ലാസ വില്ലേജ് സുന്ദരമായൊരു പർവ്വത ഗ്രാമമാണ് കേട്ടോ. വലിയ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഒന്നുമല്ല, ഏകദേശം 2000 മീറ്ററിനുള്ളിലുള്ള ഒരു സ്ഥലമാണെന്ന് പറയാം കേട്ടോ. ഹൈ ആൾട്ടിറ്റ്യൂഡ് എല്ലാം പറയാൻ കാരണം ഞാൻ വന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെയായിരുന്നു, കിർഗിസ്ഥാനിലായാൽ പോലും. എന്തായാലും മനോഹരമായ യാത്രകൾ തുടരുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കൃഷി, കന്നുകാലി വളർത്തൽ, ടൂറിസ്റ്റ് വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസ്, ഹോട്ടല്, ഇതൊക്കെ മാത്രമാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. എന്നിരുന്നാലും ഈ ബാക്കു ക്യാപിറ്റൽ സിറ്റിയിലൊക്കെ ഇപ്പോൾ ഏകദേശം 32-35 ഡിഗ്രിയോളാണ് ചൂടെന്ന് പറയുന്നത് കേട്ടോ. നല്ല ചൂടാണ്. അവിടെയുള്ള ആൾക്കാരൊക്കെ തണുപ്പിന് വേണ്ടിയും സന്തോഷത്തിനും വേണ്ടി വരുന്ന ഒരു ഗ്രാമം കൂടിയാണ് കേട്ടോ ലാസ എന്ന് പറയുന്നത്. മനോഹരം, അതിമനോഹരം അല്ലാതെ പറഞ്ഞു. മുകളിലൊക്കെ വീടുണ്ട്. ഇവിടുത്തെ എല്ലാ വീട്ടിലേക്കും കയറി ചെല്ലണമെങ്കിൽ ഞാൻ എപ്പോഴും പറയാം, ഗൈഡ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നല്ലപോലെ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഭക്ഷണത്തിലൊക്കെ ഞാൻ കിർഗിസ്ഥാനിലും കസാക്കിസ്ഥാനിലും ചെയ്തതിനെക്കാട്ടി കൂടുതൽ ബഡ്ജറ്റാണ് ഇവിടെ വരുന്നത്. കാരണം ഒരു മനാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 50 രൂപ വരും ഏകദേശം. അതായത് ഒരു ചെറിയ ബട്ടറൊക്കെ ഇല്ല കറി വെക്കുന്നത്, അത് വാങ്ങാനൊക്കെ 6 മനാത്ത് വരും. അതായത് 300 രൂപയൊക്കെയാണ് ബട്ടറിന് വരുന്നത്. ചെറിയൊരു പീസ് ബട്ടറിന് കേട്ടോ. കോഫിക്കായാലും 300 രൂപ 200 രൂപ ഒക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ചെറിയ പൈസയാണെന്ന് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് കേട്ടോ. പക്ഷെ നമ്മളെ കറൻസിൻ്റെ മൂല്യം ഇവിടുത്തെ പൈസ നമ്മുടെ നാട്ടിൽ വലിയ പൈസയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ പൈസ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചെറിയൊരു എമൗണ്ട് ആട്ടോ. അതായത് -50 വരും. ഇവിടുത്തെ ഒരു മനാത്ത് നമ്മുടെ നാട്ടിൽ 50 ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ 1 രൂപ ചിന്തിച്ച് നോക്കിയാൽ 50 രൂപ ഇവിടെ 1 രൂപയൊക്കെ വാല്യൂ ഉള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു പ്രശ്നം ബുദ്ധിമുട്ടായി തോന്നും. എന്നിട്ട് നല്ല സന്തോഷം. ചെറിയൊരു യാത്രയാണ് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്തായാലും അസർബൈജാനിലെ മനോഹരമായ മറ്റൊരു എപ്പിസോഡുമായി നമ്മൾക്ക് കാണാം. ഇതൊരു സ്റ്റാർട്ടിങ് എപ്പിസോഡ് മാത്രമാണ്. ബൈ.